സിവിൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹൈവേ എഞ്ചിനീയറിംഗിന്റെ MCQ ഡിസ്കഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും അല്ലേ, ട്രാൻസ്പോർട്ടേഷനിൽ നമുക്ക് ഹൈവേ എഞ്ചിനീയറിംഗ് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ റെയിൽവേ പഠിക്കാനുണ്ട്, പിന്നെ അതുപോലെ തന്നെ വേറെ ഏതാണ് ബ്രിഡ്ജ് പഠിക്കാനുണ്ട് അല്ലേ. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സെക്ഷനായിട്ട് ഇത് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ MCQ ആഡ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഹൈവേൻ്റെത് നോക്കാം, പിന്നെ നമുക്ക് റെയിൽവേ നോക്കാം, പിന്നെ എയർപോർട്ടും ഹാർബറും ഒന്നിച്ച് നമുക്ക് മിക്സ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുള്ളത് അതിൽ. ഓക്കെ, അപ്പം എല്ലാവരും ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് പഠിച്ചിട്ട് തന്നെ MCQs അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾ പഠിച്ചത് എത്രത്തോളം എങ്ങനെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ആഡ് ചെയ്തിട്ടുള്ളത്? ദ IRC വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഏത് ഇയർ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് ഏതൊക്കെയാണ് വരുന്നത്? ഓപ്ഷൻ എ വരുന്നത് 1934 ആണ്, ഓപ്ഷൻ ബി 1940, ഓപ്ഷൻ സി 1919, ഓപ്ഷൻ ഡി 1924 അല്ലേ. ഏതാണ് ഇയർ വരുന്നത്? IRC അല്ലേ. IRCന്റെ ഫുൾ ഫോം എന്താണ്? IRCന്റെ ഫുൾ ഫോമും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ റോഡ് കോൺഗ്രസ് അല്ലേ. അപ്പം IRCന്റെ ഫുൾ ഫോമും ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് ഏതാണ് ഇയർ വരുന്നത്? IRC അറിയാത്തവർ നോക്കി വെക്കുക. ഇന്ത്യൻ റോഡ് കോൺഗ്രസ് ആണ് കേട്ടോ. ഇന്ത്യൻ റോഡ് കോൺഗ്രസ് ആണ് അതിൻ്റെ ഫുൾ ഫോം. എക്സാമിന് ചോദിച്ച് കാണാറുണ്ട്. അപ്പം ഇതിൻ്റെ ഇയർ ഏതാണ് വരുന്നത്? IRCന്റെ ഇയർ വരുന്നത് ഏതാണ്? IRCന്റെ ഇയർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ. 1934 ആണ് IRC ഇയർ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇയേഴ്സ് നമുക്ക് നോക്കാനുണ്ട് അല്ലേ. CPWD ഏത് ഇയർ ആണ് വരുന്നത്? CPWD വരുന്നത് 1854 ആണ് അല്ലേ. അപ്പം അത് നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ സെൻട്രൽ റോഡ് ഫണ്ട് ഓർഗനൈസേഷൻ ഒക്കെ ആണെങ്കിലോ, അപ്പം അതിൻ്റെ ഇയർ വരുന്നത് 1929 ആണ് വരുന്നത്. അപ്പം ഇയേഴ്സ് ഒക്കെ എല്ലാം നിങ്ങൾ കറക്റ്റ് അത് നിങ്ങൾ റിവൈസ് ചെയ്തെങ്കിൽ മാത്രമേ ക്ലിയർ ആവുള്ളൂ കേട്ടോ. അധികം ചോദിച്ച് കണ്ടിട്ടുള്ളത് ഈ ഒരു IRCൻ്റെ തന്നെയാണ്. അതെന്തായാലും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ദ റൂളിംഗ് ഗ്രേഡിയൻറ്റ് റെക്കമെൻഡഡ് ഇൻ പ്ലെയിൻ ഏരിയാസ് ആണ്. റൂളിംഗ് ഗ്രേഡിയൻറ്റ് റെക്കമെൻഡഡ് ഇൻ പ്ലെയിൻ ഏരിയാസ് അല്ലേ. പ്ലെയിൻ ഏരിയാസിൽ റെക്കമെൻഡ് ചെയ്യുന്ന റൂളിംഗ് ഗ്രേഡിയൻറ്റ് എത്രയാണ് വരുന്നത്? അപ്പം ഓപ്ഷൻസ് ഞാൻ വായിക്കാം, എന്നിട്ട് നമുക്ക് ആൻസറിലേക്ക് വരാം അല്ലേ. ഓപ്ഷൻ എ 1/25 ആണ്, ഓപ്ഷൻ ബി 1/15 ആണ്, ഓപ്ഷൻ സി 1/30 ആണ്, ഓപ്ഷൻ ഡി 1/20 അല്ലേ. അപ്പം എന്താണ് ഗ്രേഡിയൻ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുണ്ടാവും അല്ലേ. റേറ്റ് ഓഫ് റൈസ് ഓർ ഫാൾ വിത്ത് റെസ്പെക്ട് ഹൊറിസോണ്ടൽ ആണ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും പഠിച്ചതിന് ശേഷമായിരിക്കും MCQ അറ്റൻഡ് ചെയ്യാൻ വന്നതെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് പറയുന്നതെന്നേ ഉള്ളൂ. നിങ്ങളിത് എക്സാം എഴുതുന്ന ആ ഒരു എഫക്റ്റോട് തന്നെ എഴുതുക കേട്ടോ. ഓപ്ഷൻ ഞാൻ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അതിനുശേഷം മാത്രം ഞാൻ പറയുന്ന ആൻസറിലേക്ക് വന്നാൽ മതി. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞേ ഉള്ളൂ. ഗ്രേഡിയൻ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1/n എന്നുള്ള രീതിയിലാണ് അല്ലേ. 1/n എന്നുള്ള രീതിയിലാണ്. അതിൽ നമുക്ക് റൂളിംഗ് ഗ്രേഡിയൻ്റ്, ലിമിറ്റിംഗ് ഗ്രേഡിയൻ്റ്, എക്സെപ്ഷണൽ ഗ്രേഡിയൻ്റ് ഒക്കെ നോക്കാനുണ്ട്. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് റൂളിംഗ് ഗ്രേഡിയൻ്റ് തന്നെ പ്ലെയിൻ ഏരിയാസിൽ അല്ലേ. അപ്പം 4 ഓപ്ഷൻസ് നോക്കുക. പ്ലെയിൻ ഏരിയാസിൽ റൂളിംഗ് ഗ്രേഡിയൻ്റ് എത്രയാണ് വരുന്നത്? പ്ലെയിൻ ഏരിയാസിൽ റൂളിംഗ് ഗ്രേഡിയൻ്റ് വരുന്നത് 1/30 ആണ് അല്ലേ. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നോക്കി വെക്കുക. റൂളിംഗ് ഗ്രേഡിയൻ്റ് പ്ലെയിൻ ഏരിയാസിൽ വരുന്ന സമയത്ത് 1/30 ആണ്. ഇൻ കേസ് നമ്മൾ ഈ ഒരു റൂളിംഗ് ഗ്രേഡിയൻ്റ് തന്നെ മൗണ്ടേനിയസ് റീജിയനിലാണെങ്കിൽ 1/20 ആണ് അല്ലേ വരിക. 1/20 ആണ് വരിക. പിന്നെ സ്റ്റീപ്പ് ആണെങ്കിൽ അല്ലേ, ഇതിപ്പം മൗണ്ടേനിയസ് ആണ്. സ്റ്റീപ്പ് ടെറൈനിങ് ആണെങ്കിൽ, സ്റ്റീപ്പിലാണെങ്കിൽ 1/16.7 ആണ് അല്ലേ റൂളിംഗ് ഗ്രേഡിയൻ്റ് വരുന്നത്. സ്റ്റീപ്പ് ടെറൈനിലാണ്. ഇതിൻ്റെ പെർസെൻറ്റേജും കൂടെ നോക്കണം അല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ റൂളിംഗ് ഗ്രേഡിയൻ്റ് പ്ലെയിൻ ഏരിയയിലാണെങ്കിൽ 1/30 എന്നുള്ളത് ഇൻ കേസ് നമ്മൾ പെർസെൻറ്റേജിലാണ് പറയുന്നതെങ്കിൽ 3.3% ആണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ മൗണ്ടേനിയസിൽ പറഞ്ഞ 1/20 ആണെങ്കിൽ 5% ആണ് അല്ലേ.
പിന്നെ സ്റ്റീപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 in 16.7 ആണെങ്കിൽ 6%-ലാണ് വരിക. അതങ്ങനെ തന്നെ നോക്കി വെക്കുക. എല്ലാം പഠിച്ചിട്ടുണ്ടാവും. ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങളെ മൈൻഡിലേക്ക് അതൊന്ന് റിവൈസ് ചെയ്തെടുക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താണ് ചോദിച്ചിട്ടുള്ളത്? The portion of road of an urban road which is used by pedestal bicycle അല്ലെങ്കിൽ pedal bicycles only is known as അല്ലേ. അത് നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആ ഒരു ടേം കാണുമ്പോൾ മനസ്സിലാവും അല്ലേ. ഓപ്ഷൻസിൽ ഓപ്ഷൻ എ സൈക്കിൾ ട്രാക്ക്, ഓപ്ഷൻ ബി ബൈപ്പാസ്, ഓപ്ഷൻ സി ഫുട്പാത്ത്, ഓപ്ഷൻ ഡി സൈക്കിൾ ട്രാക്ക് അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? സോറി, രണ്ട് ഓപ്ഷൻ നമുക്ക് സെയിം ആണല്ലേ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ഞാൻ ഓപ്ഷൻ ഡി ഫുട് ട്രാക്ക് എന്ന് വേണമെങ്കിൽ മാറ്റാം അല്ലേ. ജസ്റ്റ് ഞാനൊരു ഓപ്ഷൻ ആഡ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ പോർഷൻ ഓഫ് റോഡ് വേ ഓഫ് എൻ അർബൻ റോഡ് വിച്ച് യൂസ്ഡ് ബൈ ദ പെഡൽ ബൈസിക്കിൾസ് ഓൺലി ഈസ് നോൺ ആസ്. ഏതാണ് ആൻസർ വരുന്നത്? ഏതാണ് ആൻസർ വരിക? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ. സൈക്കിൾ ട്രാക്ക് എന്നാണല്ലേ നമ്മൾ അതിനെ പറയുക. അപ്പോൾ സൈക്കിൾ ട്രാക്ക് എന്നാണ് അതിനെ പറയുക. മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ പേരുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഹൈവേ എന്നൊക്കെ അധികം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. പിന്നെ ഒരുപാട് വൈഡ് ഏരിയാസ് നമുക്ക് ഹൈവേയിൽ പഠിക്കാനുണ്ടെങ്കിലും സിലബസ് നോക്കിയിട്ട് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. എല്ലാ സിലബസിലുള്ള ഏരിയാസും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറില്ല അല്ലേ. പക്ഷെ നിങ്ങളിപ്പോൾ പഠിക്കുമ്പം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളെല്ലാം പഠിച്ചു വെക്കണം. എക്സാം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുമ്പോഴാണ് അതിൻ്റെ സിലബസ് വെച്ചിട്ട് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അതൊന്ന് പൊടി തട്ടി എടുത്താൽ മതി അല്ലേ. അതുകൊണ്ടാണ് പഠിക്കുന്ന സമയത്ത് ഡീപ്പായിട്ട് പഠിക്കണം എന്ന് തന്നെ പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ബോട്ടം മോസ്റ്റ് ലെയർ ഓഫ് എ പേയ്മെന്റ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ സബ് ബേസ്, ഓപ്ഷൻ ബി ബേസ് കോഴ്സ്, ഓപ്ഷൻ സി വിയറിംഗ് കോഴ്സ്, ഓപ്ഷൻ ഡി സബ് ഗ്രേഡ് അല്ലേ. എന്താണ് ആൻസർ വരുന്നത്? ബോട്ടം മോസ്റ്റ് ലെയർ ഓഫ് പേയ്മെന്റ് ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പേയ്മെന്റിൽ ബോട്ടം മോസ്റ്റ് ലെയർ ഏതാണ് വരുന്നത്? നിങ്ങൾ പേയ്മെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അല്ലേ. ഒരുപാട് ലെയേഴ്സ് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ നമ്മളൊരു പേയ്മെന്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും താഴെ വരുന്നത് ഏതാണ്? ഏറ്റവും താഴെ വരുന്നത് ഏതാണ്? ഞാൻ അതിൻ്റെ ലെയറായിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ നോക്കുക. എത്ര ലെയേഴ്സാണ് നമ്മൾ ഈ ഒരു പേയ്മെന്റിനകത്ത് ഉണ്ടാവുക? ഇതുപോലെ 4 ലെയേഴ്സ് ആണല്ലേ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഏറ്റവും ബോട്ടത്തിലുള്ളതിനെ നമ്മൾ സബ് ഗ്രേഡ് എന്നാണ് പറയുക. പിന്നെ അതിൻ്റെ മുകളിലുള്ളതിന് നമ്മൾ സബ് ബേസ് എന്ന് പറയും അല്ലേ. സബ് ബേസ് ആണ്. പിന്നെ ഇതിൻ്റെ മുകളിലുള്ളതിന് നമ്മൾ ബേസ് കോഴ്സ് എന്നാണ് പറയുക. പിന്നെ അതിൻ്റെ മുകളിലുള്ളതാണല്ലേ സർഫസ് കോഴ്സ് അല്ലെങ്കിൽ വിയറിംഗ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ഇതുപോലെയാണല്ലേ നമുക്ക് ഉണ്ടാവുക. അപ്പം അത് നോക്കി വെക്കുക. ഇതുപോലെയാണ് നമുക്ക് പേയ്മെൻറ്റിൻ്റെത് ഉണ്ടാവുക. അപ്പോൾ അത് കറക്റ്റ് ഇതുപോലെ തന്നെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം ഇങ്ങനെയാണ് റോഡിൻ്റെ ഓരോ സർഫസ് ഉണ്ടാവുക. അപ്പോൾ നമ്മളുടെ അടുത്ത് ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ്? ബോട്ടം മോസ്റ്റ് ലെയർ ഓഫ് ദ പേയ്മെൻറ്റ് ഈസ് കോൾഡ് അല്ലേ. അപ്പം ബോട്ടം മോസ്റ്റ് ലെയർ ഓഫ് ദ പേയ്മെൻറ്റ് ഏതാണ് വരുന്നത്? അപ്പം ഞാൻ വരച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഏറ്റവും ബോട്ടം മോസ്റ്റ് വരുന്നത് സബ് ഗ്രേഡ് ആണ് അല്ലേ. അപ്പം സബ് ഗ്രേഡ് ആണല്ലേ നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സബ് ഗ്രേഡ് ആണ് ആൻസർ വരിക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ദ റേസിംഗ് ഓഫ് ഔട്ടർ എഡ്ജ് ഓഫ് ദ റോഡ് എബോവ് ദ ഇന്നർ എഡ്ജ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ ബാങ്കിങ് ഓഫ് കർവ്, ഓപ്ഷൻ ബി സൂപ്പർ എലിവേഷൻ, ഓപ്ഷൻ സി all are correct, ഓപ്ഷൻ ഡി കാണ്ട് അല്ലേ. അപ്പം ദ റൈസിംഗ് ഓഫ് ദ ഔട്ടർ എഡ്ജ് ഓഫ് ദ റോഡ് എബോവ് ദ ഇന്നർ എഡ്ജ് ഈസ് നോൺ ആസ് അല്ലേ. അപ്പം അതിന് നമ്മൾ എന്താണ് പറയുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 5 അല്ലേ. ഏതാണ് പറയുന്നത്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ബാങ്കിങ് ഓഫ് കർവ് എന്ന് പറയും, സൂപ്പർ എലിവേഷൻ എന്ന് പറയും, കാണ്ട് എന്ന് പറയും അല്ലേ. അപ്പം ഓൾ ആർ കറക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പം കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓൾ ആർ കറക്റ്റ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ദ റോഡ് വിച്ച് ആർ കൺസ്ട്രക്റ്റഡ് ഇൻ മൗണ്ടെയിൻ റീജിയൻ ഓഫ് എ കൺട്രി ഈസ് കോൾഡ്. ഓപ്ഷൻ എ ഗാർഡ് റോഡ്, ഓപ്ഷൻ ബി കൺട്രി റോഡ്, ഓപ്ഷൻ സി ക്രെറ്റ് റോഡ്, ഓപ്ഷൻ ഡി കച്ച റോഡ് അല്ലേ. ഏതാണ് വരുന്നത്? ദ റോഡ് വിച്ച് ആർ കൺസ്ട്രക്റ്റഡ് ഇൻ മൗണ്ടെയിൻ റീജിയൻ ഓഫ് ദ കൺട്രി അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ. ഗാർഡ് റോഡ് എന്നാണ് അതിന് നമ്മൾ പറയാം. ഈ ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. The maximum width of road vehicle per IRC recommendation is. ഏതൊക്കെയാണ്?
ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ വരുന്നത് 2.48, ഓപ്ഷൻ ബി 2.88, ഓപ്ഷൻ സി 2.44, ഓപ്ഷൻ ഡി 1.22 മീറ്റർ അല്ലേ. അപ്പം ഏതാണ് മാക്സിമം വിഡ്ത്ത് ഓഫ് വെഹിക്കിൾ വരുന്നത്? മാക്സിമം വിഡ്ത്ത് ഓഫ് വെഹിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. 2.44 മീറ്റർ ആണ് വരുന്നത്. അതുപോലെ നമ്മളുടെ അടുത്ത് ചോദിക്കുന്നത് വിഡ്ത്ത് ഓഫ് ഫോർമേഷൻ അല്ലെങ്കിൽ റോഡ് വേ ആണെങ്കിലോ, വിഡ്ത്ത് ഓഫ് ഫോർമേഷൻ അല്ലെങ്കിൽ റോഡ് വേന്റെ വിഡ്ത്താണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ത്ത് ഓഫ് പേവ്മെന്റ് പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് 2 ഇൻറ്റു വിഡ്ത്ത് ഓഫ് ഷോൾഡർ അല്ലേ. വിഡ്ത്ത് ഓഫ് ഷോൾഡറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? വിഡ്ത്ത് ഓഫ് ഫോർമേഷൻ അല്ലെങ്കിൽ റോഡ് വേ അല്ലേ. റോഡ് വേൻ്റെ വിഡ്ത്ത് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. എന്താണ് ഷോൾഡർ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടാണല്ലോ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് റെഫർ ചെയ്യുക. അപ്പം തന്നെ ക്ലിയർ ആക്കുക എത്രയാണ് നിയമം, നമ്മൾ ആ ഒരു ഷോൾഡറിന് കൊടുക്കുന്ന വിഡ്ത്ത് എന്നുള്ള രീതിയിലൊക്കെ മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 8 ലൈൻ 8 എന്താണ് ചോദിച്ചിട്ടുള്ളത്? സിമെന്റ് കോൺക്രീറ്റ് പേയ്മെന്റ് ഈസ് ഓപ്ഷൻ എ നൺ ഓഫ് ദീസ് എബോ, ഓപ്ഷൻ ബി റിജിഡ് പേയ്മെന്റ്, ഓപ്ഷൻ സി ബോത്ത് ദ എബോ, ഓപ്ഷൻ ഡി ഫ്ലെക്സിബിൾ പേയ്മെന്റ് അല്ലേ. സിമെന്റ് കോൺക്രീറ്റ് എന്ത് പേയ്മെന്റ് ആണ്? ഫ്ലെക്സിബിൾ പേയ്മെന്റ് ആണോ അല്ലെങ്കിൽ റിജിഡ് പേയ്മെന്റ് ആണോ? എന്താണ് സിമെന്റ് കോൺക്രീറ്റ് പേയ്മെന്റ് വരുന്നത്? നമുക്ക് 2 ടൈപ്പ് പേയ്മെന്റിൽ വരുന്നുണ്ട് അല്ലെ. ഫ്ലെക്സിബിളും വരുന്നുണ്ട്, റിജിഡ് പേയ്മെന്റും വരുന്നുണ്ട്. അപ്പം ഫ്ലെക്സിബിൾ പേയ്മെന്റും റിജിഡ് പേയ്മെന്റിനും എക്സാമ്പിൾസ് ആണല്ലേ നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പം ഏതാണ് ആൻസർ വരുന്നത്? ഇവിടെ ആൻസർ വരുന്നത് റിജിഡ് പേയ്മെന്റ് ആണ് അല്ലേ. സിമെന്റ് കോൺക്രീറ്റ് റോഡ് എന്ന് പറയുന്നത് ഒരു റിജിഡ് പേയ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ ഫ്ലെക്സിബിൾ പേയ്മെന്റിന് ഒരു എക്സാമ്പിൾ ആണല്ലേ ബിറ്റുമിനസ് റോഡ് എന്ന് പറയുന്നത്. ഫ്ലെക്സിബിൾ പേയ്മെന്റിന് ഒരു എക്സാമ്പിൾ ആണ് ബിറ്റുമിനസ് റോഡ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9. ക്വസ്റ്റ്യൻ നമ്പർ 9 എന്താണ് വരുന്നത്? ദ റോഡ് വിച്ച് കനോട്ട് ചേഞ്ചസ് ദെയർ ഷേപ്പ് വിത്തൗട്ട് റപ്ചർ ഈസ് കോൾഡ് എന്താണ്? ഓപ്ഷൻ എ റിജിഡ് പേയ്മെന്റ്, ഓപ്ഷൻ ബി ഫ്ലെക്സിബിൾ പേയ്മെന്റ്, ഓപ്ഷൻ സി നൺ ഓഫ് ദ എബോ, ഓപ്ഷൻ ഡി ബോത്ത് ദ എബോ അല്ലെ. ഏതാണ് ആൻസർ വരുന്നത്? ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് നമ്മൾ ഈ ഒരു ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു ടേമുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 8 ആയിട്ട് കണക്റ്റഡ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. റോഡ് വിച്ച് കാനോട്ട് ചേഞ്ചസ് ദെയർ ഷേപ്പ് വിത്തൗട്ട് റപ്ചർ എന്ന് പറയുന്നതിനെയാണല്ലേ നമ്മൾ റിജിഡ് പേയ്മെന്റ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ റിജിഡ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 9 ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? എ റോഡ് സ്യൂട്ടബിൾ ഫോർ വെരി ഹെവി ട്രാഫിക് ലോഡ് ഈസ് ഏത് റോഡാണ് വരിക? ഓപ്ഷൻ എ റെയിൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്, ഓപ്ഷൻ ബി ബിറ്റുമിനസ്, ഓപ്ഷൻ സി എർത്തൻ റോഡ്, ഓപ്ഷൻ ഡി വാട്ടർ ബോണ്ട് മെക്കാഡം റോഡ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 9 ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. റെയിൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ആണ് ആൻസർ വരിക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ് ചോദിച്ചിട്ടുള്ളത്. 10 എന്താണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? കോൾ ടാർ ഈസ് നോട്ട് പ്രിഫേർഡ് ഇൻ റോഡ് കൺസ്ട്രക്ഷൻ ബിക്കോസ് ഇറ്റ് ഈസ്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ടെമ്പറേച്ചർ സെൻസിറ്റീവ്, ഓപ്ഷൻ ബി യൂസ്ഫുൾ ഫോർ അതർ ഇൻഡസ്ട്രി, ഓപ്ഷൻ സി നോട്ട് വാട്ടർ റെസിസ്റ്റന്റ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? കോൾ ടാർ ഈസ് നോട്ട് പ്രിഫേർഡ് ഇൻ റോഡ് കൺസ്ട്രക്ഷൻ ബിക്കോസ് ഇറ്റ് ഈസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ. ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണ് ആൻസർ വരുന്നത്. ഈ ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ്. 11 എന്താണ് ചോദിച്ചിട്ടുള്ളത്? എ മാൻഡറ്ററി സൈൻ കൺസിസ്റ്റ് ഓഫ് സർക്കുലർ മെറ്റൽ പ്ലേറ്റ്സ് ഹാവിംഗ് എ ഡയമീറ്റർ. ഓപ്ഷൻ എ 50 cm, ഓപ്ഷൻ ബി 100 cm, ഓപ്ഷൻ സി 60 cm, ഓപ്ഷൻ ഡി 25 cm അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? നമ്മൾ സൈൻസ് നോക്കുന്ന സമയത്ത് എത്ര സൈനാണ് ഈ ഒരു ഹൈവേയിൽ നമുക്ക് പഠിക്കാനുള്ളത്? എത്ര ടൈപ്പ് സൈനാണ് നമുക്ക് പഠിക്കാനുള്ളത്? ഒന്ന് ജസ്റ്റ് ഞാൻ പറയാം. ഓരോന്ന് എന്തൊക്കെയാണെന്ന് ഓർമ്മ വരാമെന്ന് നിങ്ങൾ എന്നെ ഒന്ന് ട്രൈ ചെയ്യുക.
3 ട്രാഫിക് സൈൻസ് ആണ് അല്ലേ, 3 ട്രാഫിക് സൈൻസ് ആണ് നമുക്ക് ഹൈവേയിൽ പഠിക്കാനുള്ളത്. അതിൽ മാൻഡേറ്ററി സൈന് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ വാണിംഗ് സൈൻ അല്ലേ, വാണിംഗ് സൈന് വരുന്നുണ്ട്. പിന്നെ അതുപോലെ വേറെ എന്താണ്, ഇൻഫർമേഷൻ സൈൻ അല്ലേ, അല്ലെങ്കിൽ ഇൻഫോർമേറ്ററി സൈന് വരുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഷേപ്പ്, ഓരോ അളവുകൾ, കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പം അതുപോലെ ലൊക്കേഷൻസ് അല്ലേ, കൊടുക്കുന്ന ലൊക്കേഷൻസും ഒക്കെ നോക്കി വെക്കുക. പിന്നെ ഇതിൻ്റെ കളേഴ്സ് അല്ലേ, അപ്പം അത് എല്ലാം നിങ്ങൾ ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് ഓർമ്മ വരുന്നുണ്ടോ നോക്കുക. അതിൽ മാൻഡേറ്ററി സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലേ, അതായത് ലോസ് ഉണ്ടാവും, റെഗുലേഷൻസ് ഉണ്ടാവും, പിന്നെ പ്രൊഹിബിഷൻസ് ഒക്കെ അല്ലേ, നമ്മൾ സ്റ്റോപ്പ് എന്നുള്ളതൊക്കെ കാണുന്ന ആ ഒരു ബോർഡൊക്കെ ഈ ഒരു മാൻഡേറ്ററി സൈനിൽ വരുന്നതാണ്, നോക്കി വെക്കുക. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കോഷനറി അല്ലെങ്കിൽ വാർണിംഗ് സൈൻ അല്ലേ, അതെന്താണ് പറയുന്നത്, നമ്മൾ പെഡസ്ട്രിയൽ ക്രോസിംഗ് ഒക്കെ കാണിക്കുന്ന ആ ഒരു സൈൻ അല്ലേ, അതിനെയാണ് നമ്മൾ വാർണിംഗ് സൈൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഇൻഫർമേഷൻ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ പമ്പ് ഒക്കെ കാണിക്കുന്ന അല്ലേ, നിങ്ങൾ റോഡുമ്മലൂടെ പോകുന്ന സമയത്ത് ഒരു ബോർഡിൽ ഇങ്ങനെ പെട്രോൾ പമ്പിന്റെ ആ ഒരു പിക്ചറൊക്കെ ആയിട്ട് നിങ്ങൾ കാണൂല്ലേ. അതുപോലെ ഹോസ്പിറ്റൽ അടുത്തുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന്റെ ആ ഒരു പിക്ചർ കാണാം. അങ്ങനത്തെ അതിനെ കാണിക്കുന്നതിനാണ് നമ്മൾ ഇൻഫർമേഷൻ സൈൻ എന്ന് പറയുന്നത്. അപ്പം അത് നോക്കി വെക്കുക. ഈ ഒരു ഹൈവേ ഈ ഒരു സയൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ട്രാഫിക് സിഗ്നൽസ് അല്ലേ, ട്രാഫിക് സിഗ്നൽസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പക്ഷെ എക്സാം ഹാളിൽ പോകുന്ന സമയത്ത് തെറ്റിക്കാൻ പാടില്ല. നിങ്ങളിപ്പോൾ റോഡിൽ സിഗ്നലിൽ നിൽക്കുകയാണെങ്കിൽ ഏത് കളർ കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അല്ലേ, ഇപ്പോൾ റെഡ് കളറാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യണം എന്നാണല്ലേ മീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു റെഡ് കളർ കാണിച്ച് നിങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു ഇത്ര ടൈം ആവുന്ന സമയത്ത് ഒരു യെല്ലോ കളർ കാണിക്കില്ല, അല്ലെങ്കിൽ ഒരു ആംബർ കളർ കാണിക്കില്ല, കറക്റ്റ് ആ ഒരു കളറാണ് അതിന് വരുന്നത്. അപ്പം അത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയറൻസ് ടൈമാണ്. അപ്പം ക്ലിയറൻസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 to 4 seconds അല്ലേ, നിങ്ങൾ പ്രിപ്പയർ ആയി നിൽക്കുക വണ്ടി സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ആ ഒരു മീനിങ് ആണ് അല്ലേ. ആ ഒരു ക്ലിയറൻസ് ടൈമിനെ നമ്മൾ ആംബർ കളർ വെച്ചാണ് കാണിക്കുന്നത്. പിന്നെ ഗ്രീൻ കളർ അല്ലേ, സിഗ്നലിൽ ഗ്രീൻ കളർ കാണിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ പ്രൊസീഡ് എന്നാണല്ലേ മീൻ ചെയ്യുന്നത്. അപ്പം അത് മനസ്സിലാക്കി വെക്കുക. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ എക്സാമിന് ചോദിക്കുന്നതുമാണ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കാം. എന്താണ് ചോദിച്ചിട്ടുള്ളത്, ആൻ എനോസ്കോപ്പ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ഓപ്ഷൻ എ time mean speed, option B spot speed, option C traffic density, option D space meant speed അല്ലേ. അപ്പം ഏതാണ് എനോസ്കോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഏതാണ് വരുന്നത്, ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ, സ്പോട്ട് സ്പീഡ് ഡിറ്റർമിൻ ചെയ്യേണ്ടിയിട്ടാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ടൈപ്പ് ഓഫ് ട്രാൻസിഷൻ കർവ് ഈസ് പ്രൊവൈഡഡ് ഇൻ ഹില്ലി റോഡ്സ് ആണ്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ നൺ ഓഫ് ദ എബോ, ഓപ്ഷൻ ബി സർക്കുലർ, ഓപ്ഷൻ സി സ്പൈറൽ, ഓപ്ഷൻ ഡി ബോത്ത് ദ എബോ അല്ലേ. ഏതാണ് നമ്മൾ കൊടുക്കുന്നത് ഹില്ലി റോഡ്സിൽ, ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ, സ്പൈറൽ ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 13 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. ദ സ്ട്രക്ചർ ഓഫ് റോഡ് ഈസ് കമ്പോസ്ഡ് ഓഫ്, ഓപ്ഷൻ എ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഏരിയ ആണ് അല്ലേ, ഓപ്ഷൻ എ സബ് ബേസ്, ഓപ്ഷൻ ബി ബേസ്, ഓപ്ഷൻ സി ഓൾ ആർ കറക്റ്റ്, ഓപ്ഷൻ ഡി സബ് ഗ്രേഡ് അല്ലേ. അപ്പം ഈ ഒരു റോഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ, സബ് ഗ്രേഡ്, ബേസ്, സബ് ബേസ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് അല്ലേ ഈ ഒരു സ്ട്രക്ചർ ഓഫ് ദ റോഡ് എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓൾ ആർ കറക്റ്റ് അല്ലേ, എല്ലാം തന്നെ ശരിയാണ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 15 നോക്കാം. എന്താണ് ചോദിച്ചിട്ടുള്ളത്, 15 നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് the construction of gravel road, the subgrade with varying thickness so to obtain the desired cross slope for the pavement surface is called. Options option A feather edge type road, ഓപ്ഷൻ ബി സീൽ കോട്ട് ടൈപ്പ്, ഓപ്ഷൻ സി ട്രഞ്ച് ടൈപ്പ്, ഓപ്ഷൻ ഡി ട്രാക്ക് കോട്ട് ടൈപ്പ് അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്, ക്വസ്റ്റ്യൻ നമ്പർ 15 ആൻസർ വരുന്നത് ഏതാണ് നോക്കി തന്നെ ആൻസർ ചെയ്യുക. നിങ്ങൾക്ക് മാക്സിമം
അറിയുന്ന രീതിയിൽ ആൻസർ ചെയ്യാൻ നോക്കുക. അറിയാത്ത ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിട്ട് അത് നിങ്ങൾ പഠിക്കുക കേട്ടോ. എന്നിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുന്നതാണ് നല്ലത്. എന്തെങ്കിലും ആൻസർ ചെയ്യാന്നുള്ള ഒരു ചിന്ത വേണ്ട. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പഠിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പഠിക്കാനുള്ള ടൈം ഉണ്ട് അല്ലേ. അപ്പം ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? നമ്മൾ ടൈപ്പ് ഓഫ് റോഡിൽ ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 15 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഫെദർ എഡ്ജ് ടൈപ്പ് ആണ് ആൻസർ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. ദ റിവേഴ്സ് കർവ് കണക്റ്റിംഗ് ഐദർ ടു പാരലൽ ലൈൻസ് ഓർ ടു നോൺ പാരലൽ ലൈൻസ് ഈസ് നോൺ ആസ്. ഓപ്ഷൻസിൽ ഓപ്ഷൻ എ വരുന്നത് എന്താണ്? ട്രാൻസിഷൻ കർവ്. ഓപ്ഷൻ ബി ഓഗി കർവ്. ഓപ്ഷൻ സി ഹൊറിസോണ്ടൽ കർവ്. ഓപ്ഷൻ ഡി വെർട്ടിക്കൽ കർവ് അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 16. Question number 60. The reverse curve connecting either two parallel lines or two non-parallel lines is known as. Option B ഓഗി curve ആണ് ആൻസർ വരുന്നത്. Question number 16 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ക്വസ്റ്റ്യൻ നമ്പർ 17. ദ ഹയസ്റ്റ് പോയിന്റ് ഓൺ ദ റോഡ് സർഫസ് ഈസ് കോൾഡ് അല്ലേ. ഏതാണ്? ഓപ്ഷൻ എ ക്യാമ്പ്. ഓപ്ഷൻ ബി ക്രൗൺ. ഓപ്ഷൻ സി ബേം. ഓപ്ഷൻ ഡി ഗ്രേഡിയന്റ് അല്ലേ. അപ്പോൾ നമ്മൾ റോഡ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഹയസ്റ്റ് പോയിന്റ് അല്ലേ, ഈ ഒരു ഹയസ്റ്റ് പോയിന്റിന് നമ്മൾ പറയുന്നത് എന്താണ്? ഹയസ്റ്റ് പോയിന്റിന് നമ്മൾ എന്തായിരുന്നു പറയുന്നത്? ക്രൗൺ എന്നാണ് അല്ലേ. ഞങ്ങൾ ആർച്ചിലും ഇതുപോലെ തന്നെ പഠിച്ചിട്ടുണ്ടാവും. അപ്പം രണ്ടും കണക്ട് ചെയ്ത് തന്നെ പഠിക്കാമല്ലേ. ആർച്ചിൽ നമ്മൾ ആ ഒരു ഹയസ്റ്റ് പോയിന്റിന് തന്നെയാണല്ലേ പറയുന്നത്. അപ്പം ക്രൗൺ എന്നാണ് ഇപ്പോൾ നമ്മൾ റോഡിലാണെങ്കിലും ഈ ഒരു ഹയസ്റ്റ് പോയിന്റ് ഓഫ് റോഡ് സർഫസിനെ പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ്. ദ ബൈൻഡിങ് മെറ്റീരിയൽ ഫോർ വാട്ടർ ബോണ്ട് മെക്കാഡം റോഡിൽ WBM റോഡിന്റെ ബൈൻഡിങ് മെറ്റീരിയൽ ആണ്. ഓപ്ഷൻ എ സ്റ്റോൺ ഡസ്റ്റ്. ഓപ്ഷൻ ബി സാൻഡ്. ഓപ്ഷൻ സി ലൈം. ഓപ്ഷൻ ഡി സിമന്റ് അല്ലേ. ആൻസർ വരുന്നത് ഏതാണ്? നമ്പർ 18 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ. സ്റ്റോൺ ഡസ്റ്റ് ആണ് ആൻസർ വരുന്നത്. നോക്കി വെക്കാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 19 ആണ്. ആൻ എക്സാമ്പിൾ ഫോർ റിജിഡ് പേയ്മെന്റ് അല്ലേ. നമ്മൾ കുറച്ചൊന്നെ വേറൊരു ടൈപ്പിലായിരുന്നു ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അത് തിരിച്ചും മറിച്ച് ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം ഓപ്ഷൻ എ വരുന്നത് എന്താണ്? ഓപ്ഷൻ എ WBM റോഡ്. ഓപ്ഷൻ ബി ബിറ്റുമിനസ് റോഡ്. ഓപ്ഷൻ സി എർത്തൻ റോഡ്. ഓപ്ഷൻ ഡി സിമെന്റ് കോൺക്രീറ്റ് റോഡ് അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? ആൻ എക്സാമ്പിൾ ഫോർ റിജിഡ് പേയ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. റിജിഡ് പേയ്മെന്റിന് എക്സാമ്പിൾ വരുന്നതാണല്ലേ സിമെന്റ് കോൺക്രീറ്റ് റോഡ്. അപ്പം ഇത് എല്ലാവർക്കും സിമ്പിളായിട്ട് ആൻസർ ചെയ്യാമല്ലേ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 19 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ്. ചോദിച്ചിട്ടുള്ളത് എന്താണ്? ദ പോർഷൻ ഓഫ് റോഡ് യൂസ്ഡ് ഫോർ വെഹിക്കുലാർ മൂവ്മെന്റ് ഈസ് കോൾഡ് അല്ലേ. ഏതാണ് വെഹിക്കുലാർ മൂവ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഷോൾഡർ. ഓപ്ഷൻ ബി ക്രൗൺ. ഓപ്ഷൻ സി ക്യാമ്പ്. ഓപ്ഷൻ ഡി കാരേജ് അല്ലേ. അപ്പം വെഹിക്കുലാർ മൂവ്മെന്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നതാണല്ലേ കാരേജ് വേ എന്ന്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 20 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 21 ആണ്. The maximum gradient is may be normally provided in alignment of road and stretches of which can be traversed by the vehicle without much fatigue is called അല്ലേ. ഇതിന് നമ്മൾ എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ റൂളിംഗ് ഗ്രേഡിയന്റ്. ഓപ്ഷൻ ബി മിനിമം ഗ്രേഡിയന്റ്. ഓപ്ഷൻ സി എക്സെപ്ഷണൽ ഗ്രേഡിയന്റ്. ഓപ്ഷൻ ഡി ലിമിറ്റിംഗ് ഗ്രേഡിയന്റ് അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരിക. നമ്മൾ ഗ്രേഡിയന്റ് പറഞ്ഞ സമയത്ത് നമ്മൾ കുറച്ച് മുന്നേ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ നമ്മൾ നോക്കിയിട്ടുള്ളത് റൂളിംഗ് ഗ്രേഡിയന്റ് ആണ്. ഗ്രേഡിയന്റ് 3 വരുന്നുണ്ട് അല്ലേ. റൂളിംഗ് ഗ്രേഡിയന്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ലിമിറ്റിംഗ് ഗ്രേഡിയന്റ് വരുന്നുണ്ട്, പിന്നെ വരുന്നതാണ് എക്സെപ്ഷണൽ ഗ്രേഡിയന്റ് അല്ലേ. അപ്പം 3 ഗ്രേഡിയന്റും എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. റൂളിംഗ് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അതിന് ഡിസൈൻ ഗ്രേഡിയന്റ് എന്ന് പറയും അല്ലേ. മാക്സിമം ഗ്രേഡിയന്റ് എ ഡിസൈനർ ക്യാൻ യൂസ് വിത്തൗട്ട് എനി ഫാറ്റിഗ്യൂ ആണ് അല്ലേ. അപ്പോൾ അതാണ് കറക്റ്റ് ആ ഒരു ടേം മനസ്സിലാക്കി വെക്കേണ്ടത്. ഇതിപ്പോൾ നമ്മുടെ അടുത്ത് ആ ക്വസ്റ്റ്യൻ ഒന്ന് വലിച്ചു നീട്ടി ചോദിച്ചതാണ് അല്ലേ. അപ്പം പിന്നെ നമ്മൾ ലിമിറ്റിംഗ് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹില്ലി ഏരിയാസിലൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഗ്രേഡിയന്റ് ആണ്. പിന്നെ എക്സെപ്ഷണൽ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സെപ്ഷണൽ ഗ്രേഡിയന്റ് ഈസ് ഗ്രേറ്റർ ദാൻ ലിമിറ്റിംഗ് ഗ്രേഡിയന്റ് ആയിരിക്കും. ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുക.
അപ്പം ഇവിടെ നമ്മളെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള എന്താണ്, ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ വായിക്കാം. ദ മാക്സിമം ഗ്രേഡിയന്റ് ഈസ് മേ ബി നോർമലി പ്രൊവൈഡഡ് ഇൻ ദ അലൈൻമെന്റ് ഓഫ് റോഡ് സ്ട്രെച്ചസ് ഓഫ് വിച്ച് ക്യാൻ ബി ട്രാവേഴ്സ്ഡ് ബൈ ദ വെഹിക്കിൾ വിത്തൗട്ട് മച്ച് ഫാറ്റിഗ്യൂ അല്ലേ. ഈ ഒരു ടേമാണ് നോക്കേണ്ടത്. എന്താണ് നമ്മൾ പറയുന്നത്, വിത്തൗട്ട് മച്ച് ഫാറ്റിഗ്യൂ ഇല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു ഗ്രേഡിയന്റ് അല്ലേ, ആ ഒരു മാക്സിമം ഗ്രേഡിയന്റ് അല്ലെങ്കിൽ ഡിസൈനർ ഗ്രേഡിയന്റിനെ നമ്മൾ പറയുന്നതാണ് ഓപ്ഷൻ എ അല്ലേ, റൂളിംഗ് ഗ്രേഡിയന്റ് എന്നാണ് നമ്മൾ അതിനെ പറയുക. റൂളിംഗ് ഗ്രേഡിയന്റ് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 22 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ സ്ലോപ്പ് പ്രൊവൈഡഡ് ടു ദ റോഡ് സർഫസ് ഇൻ ദ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ ടു ഡ്രെയിൻ ഓഫ് ദ റെയിൻ വാട്ടർ ഫ്രം റോഡ് സർഫസ് ഈസ് കോൾഡ്. അത് നമ്മൾ എന്താണ് പറയുക, വാട്ടറിനെ ഡ്രെയിൻ ഓഫ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്ലോപ്പിനെ അല്ലേ. എന്താണ് ഓപ്ഷൻസ് ഞാൻ വായിക്കാം. ഓപ്ഷൻ എ വെർട്ടിക്കൽ കർവ്, ഓപ്ഷൻ ബി ഗ്രേഡിയന്റ്, ഓപ്ഷൻ സി സൂപ്പർ എലിവേഷൻ, ഓപ്ഷൻ ഡി ക്യാമ്പർ അല്ലേ. എന്താണ് നമ്മൾ ഇതിനെ പറയുന്നത്, നമ്മൾ പറയുന്നത് ക്യാമ്പർ എന്നാണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 22 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ക്യാമ്പർ ആണ് ആൻസർ വരിക. ക്യാമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്രോസ് സ്ലോപ്പോ അല്ലെങ്കിൽ ക്രോസ് ഫാളോ അല്ലേ, നമ്മൾ ഡ്രെയിനേജിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഈ ഒരു ക്യാമ്പർ എന്ന് പറയുക. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് സ്ലോപ്പ് എന്നുള്ളൊരു ടേം കാണാം, അല്ലെങ്കിൽ ക്രോസ് ഫാൾ എന്നുള്ള ടേം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ കൊടുക്കുന്നത് അല്ലേ, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ക്യാമ്പർ ആണ് ആൻസർ വരിക. ഇത് നമ്മൾ ഗ്രേഡിയന്റ് എക്സ്പ്രസ് ചെയ്ത പോലെ തന്നെ 1/n എന്നുള്ള ടേമിലാണ് എക്സ്പ്രസ് ചെയ്യുക. ഈ ഒരു ക്യാമ്പറിൻ്റെ ആ ഒരു ഏരിയയിൽ തന്നെ നമ്മൾ കൊടുക്കുന്ന ഓരോ ടൈപ്പ് ഓഫ് റോഡും നമ്മൾ അവിടെ ഹെവി റെയിൻഫാൾ വരുന്ന ഏരിയയിൽ, ലോ റെയിൻഫാൾ വരുന്ന ഏരിയയിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു റേഞ്ച് ഓഫ് ക്യാമ്പർ അല്ലേ, അത് നിങ്ങൾ ഈ ഒരു ടൈമിൽ ഓർത്ത് വെക്കുക. ഈ ഒരു ഹൈവേ നമ്മൾ അധികം ചോദിച്ചു കണ്ടിട്ടുള്ളത് ഇതുപോലെ ഈ ക്യാമ്പറിൻ്റെ ആ ഒരു ഗ്രേഡിയൻ്റ് ആണ് അല്ലേ, സോറി ക്യാമ്പറിൻ്റെ ആ ഒരു റേഞ്ച് അല്ലേ. ക്യാമ്പറിൻ്റെ ആ ഒരു റേഞ്ച് നിങ്ങൾ പ്രീവിയസ് ഇയർ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട, നമുക്ക് ആ ഒരു ക്യാമ്പറിൻ്റെ ക്യാമ്പറിൻ്റെ റേഞ്ച് ചോദിച്ച് കാണാറുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഗ്രേഡിയൻറ്റിൻ്റെ റേഞ്ച് അല്ലേ, നമ്മൾ കുറച്ചുകൂടെ പറഞ്ഞ പോലെ റൂളിംഗ് ഗ്രേഡിയൻറ്റ്, ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റ്, എക്സെപ്ഷണൽ ഗ്രേഡിയൻറ്റ് എന്നുള്ളതും ചോദിക്കാറുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ അല്ലാണ്ട് ഒരു ടേം ചോദിക്കട്ടെ. നമ്മളിപ്പോൾ സിമെൻറ്റ് കോൺക്രീറ്റ് റോഡ് അല്ലേ, സിമെൻറ്റ് കോൺക്രീറ്റിന് നമുക്ക് ഹെവി റെയിൻഫാൾ ഉള്ള ഏരിയ ആണെങ്കിൽ നമ്മളവിടെ എത്രയാണ് ക്യാമ്പർ കൊടുക്കുക? സിമെൻറ്റ് കോൺക്രീറ്റ് റോഡിന് ഹെവി റെയിൻഫോൾ ഉള്ള ഏരിയ ആണെങ്കിൽ നമ്മൾ എത്രയാണ് അവിടെ റെയിൻഫോൾ കൊടുക്കുക? നിങ്ങൾ ക്വസ്റ്റ്യൻ അറിയെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ആൻസർ ചെയ്യാം. പിന്നെ അതിൻ്റെ പെർസെൻറ്റേജും കൂടെ കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കി വെക്കുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ ആൻസർ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാനും നോക്കിയാൽ മതി. എല്ലാ ക്വസ്റ്റ്യനും ആൻസേഴ്സും നമ്മളിങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകുന്ന സമയത്ത് നിങ്ങളിരുന്ന് കേൾക്കുക എന്നുള്ള ഒരു എഫക്റ്റേ വരുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ്റെ സെക്ഷനിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളടുത്ത് ഇങ്ങനെ ജസ്റ്റ് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ തന്നെ അതിൻ്റെ ഇത് കണ്ടുപിടിക്കുക. അറിയുന്നവരാണെങ്കിൽ ജസ്റ്റ് ആൻസർ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ചെയ്യുക, ശരിയാണെങ്കിൽ ഞാൻ യെസ് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ ശരിയായിട്ടുള്ളൊരു ആൻസർ നിങ്ങൾ തന്നെ, നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ ബുക്ക് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മനസ്സിൽ തോന്നിയ ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അങ്ങനെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ ഒരുപാട് എക്സാംസ് എഴുതി നിങ്ങൾ പ്രിപ്പയർ ആയിട്ടുള്ളവരാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. പഠിച്ച് തുടങ്ങുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാനിവിടെ ഒന്ന് ആഡ് ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ ഹെവി റെയിൻഫാൾ അല്ലേ, ഹെവി റെയിൻഫാൾ ഉള്ള ഏരിയകളിൽ നമ്മൾ സിമൻറ്റ് കോൺക്രീറ്റ് റോഡിന് കൊടുക്കുന്ന ക്യാമ്പറാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. അതുപോലെ നിങ്ങൾ സബ്ജക്റ്റ് വൈസ് നന്നായിട്ട് പഠിക്കുക. സബ്ജക്റ്റ് വൈസ് തന്നെ അതിൽ ഓരോ പോർഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഹൈവേ ആണെങ്കിലും ഹൈവേയിലും ഒരുപാട് സ്പ്ലിറ്റ് ആയിട്ടുള്ള ഏരിയാസ് വരുന്നുണ്ട്. അതൊക്കെ തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. മാക്സിമം സബ്ജക്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻ സബ്ജക്റ്റ് വൈസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു സബ്ജക്റ്റ് പഠിച്ച് അത് നിങ്ങൾ എക്സാമിന് ചെയ്യുന്ന സമയത്ത് അത് പഠിക്കുന്ന സമയത്ത് നല്ലതാണ്. പക്ഷേ വീക്കിലി ഒരു പ്രീവിയസ് ഇയർ എങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. പറ്റുകയാണെങ്കിൽ ഡെയിലി പറ്റുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ വീക്കിലി എങ്കിലും ഡെയിലി നിങ്ങളിപ്പോൾ സബ്ജക്റ്റ് വൈസ് പഠിച്ചിട്ട് വീക്കിലി ഒരു പ്രീവിയസ് ഇയർ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിലൊരു റിവിഷനും കൂടെ അതിന്
റിവിഷനും കൂടെ അതിലൂടെ നടക്കുന്നതായിരിക്കും അല്ലേ. അപ്പം എല്ലാവർക്കും നല്ലോണം പഠിക്കാൻ പറ്റട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.